ഹായ്, MHI 108-ലെ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് നേച്ചർ ആൻഡ് വിമൻ എന്നാണ്. അപ്പൊ നമുക്ക് ടൈറ്റിൽ നമുക്കറിയാം, പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം. അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആയിരിക്കും ഇത്. നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്സ് ബിറ്റ്വീൻ വിമൻ ആൻഡ് നേച്ചർ എന്നാണ്. സെക്കൻഡ് മെയിൻ ടോപ്പിക് എക്കോ ഫെമിനിസം ആണ്. അതിൽ വരുന്ന രണ്ട് സബ് ടോപ്പിക് ആണ് എക്കോ ഫെമിനിസത്തിന്റെ ലിമിറ്റേഷൻസ്, ഇന്ത്യയിലുള്ള എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സബ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് കൺസെപ്ഷ്യലൈസേഷൻ, ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിമൻ ആൻഡ് എക്കോളജിക്കൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. അതിൽ വരുന്ന സബ് ടോപ്പിക് ഒന്ന് ചിപ്കോ മൂവ്മെന്റ്, രണ്ട് അപ്പിഗോ മൂവ്മെന്റ്, മൂന്ന് സൈലന്റ് വാലി മൂവ്മെന്റ്, നാല് നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലിങ്ക് ബിറ്റ്വീൻ വിമൻ ആൻഡ് നേച്ചർ. ഓക്കെ, സ്ത്രീയും പ്രകൃതിയും തമ്മിലുള്ള ലിങ്ക് എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ട്രഡീഷണലി ആയിട്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും നമ്മൾ നേർച്ചേഴ്സ് എന്ന് പറഞ്ഞാണ് കണക്കാക്കുന്നത്. അതായത് കെയർ ഗിവിങ് ചെയ്യുന്ന ആൾ, ഇപ്പം വീട്ടിലുള്ള കുട്ടികളെയോ പ്രായമായ ആൾക്കാരെയൊക്കെ കെയർ ചെയ്യുന്നവര്, പ്രകൃതിയെ നേർച്ചർ ചെയ്യുന്നവര്. സോ ഇങ്ങനെ ഒരു ടാഗ് ലൈനിലാണ് സ്ത്രീകളെ ട്രഡീഷണലി ആയിട്ട് കണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രകൃതിയായിട്ട് അടുത്ത കണക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സ്ത്രീകളാണ് വീട്ടില് പല കാര്യത്തിനെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് വീട്ടിലെ വെള്ളത്തിന്റെ കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലിന്റെ കാര്യം, മരത്തടി കാര്യം, തടിയൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം സ്ത്രീകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു വീട്ടിന് വേണ്ടി, ഒരു ഹൗസ് ഹോൾഡിന് വേണ്ടി എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും സ്ത്രീകളാണ് ചെയ്യുന്നത്. പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്നു എന്നുണ്ട്, അതിനപ്പുറം എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഒരു വീട് മാനേജ് ചെയ്യുന്ന സ്ത്രീകളാണ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള, അതായത് നേച്ചുറൽ റിസോഴ്സും ഡൈവേഴ്സിറ്റി എല്ലാം മാനേജ്മെന്റ് ചെയ്യാൻ, ബയോഡൈവേഴ്സിറ്റി എല്ലാം മാനേജ് ചെയ്യാൻ സ്ത്രീകൾ ഒരു കീ ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസോ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ലൈക്ക് എന്തൊക്കെയാണ്, ഫ്ലഡോ പെട്ടെന്നുള്ള ഡ്രഫ്റ്റ് ഒക്കെ വന്നാൽ ഇതിന് ആദ്യവും ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത് സ്ത്രീകളാണ്. നമുക്ക് മനസ്സിലാവും അല്ലെ, വീട്ടിലെ പെട്ടെന്ന് വെള്ളം കയറുക, വീട്ടിലെ വെള്ളം ഇല്ലാണ്ടാവുക, ഇതിനെല്ലാം ഫസ്റ്റ് അതിന് ത്രെട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളായിരിക്കും പലപ്പോഴും ആയിട്ട്. നമ്മൾ ഇനി പറയുന്നത് എന്ന് വെച്ചാല്, ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാല്, ഒരു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. അതായത് അവിടെ ഒരു ജെൻഡേർഡ് ഇമ്പാക്ട് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ജെൻഡേർഡ് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഒരു തരത്തിലുള്ള ഇമ്പാക്ട്, സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ഇമ്പാക്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അവിടെ സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് അനുഭവിക്കുന്നത്. നമ്മൾ ഇനി പറയുന്നത് എന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ത്രീകൾ, അതായത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഈ പറയുന്ന എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന്റെ റിസൾട്ട് അനുഭവിക്കുന്നു നമ്മൾ പറയുന്നു. ഈ സ്ത്രീകളിൽ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഏർബൻ സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ ഇതിന് ഇമ്പാക്ട് വഹിക്കുന്നത് റൂറൽ ആയിട്ടുള്ള സ്ത്രീകളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിൽ ഇന്റൻസിഫൈ ചെയ്യാൻ കാരണം കൊളനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എൻവയോൺമെന്റൽ അവെയർനെസ്സും എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ഫോർ ഫ്രണ്ടിൽ, അതിന് മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാന്ന് നമുക്ക് മനസ്സിലായില്ല. കാരണം ആദ്യം നമ്മൾ എപ്പോഴും ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ആദ്യം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് അത് ഫെമിനിസത്തിന്റെയും പൊളിറ്റിക്കൽ എക്കോളജിയുടെയും ഒരു ബ്രാഞ്ച് ആണ്. 1974 ഫ്രാങ്കോയിസ് ഡി യുബീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. എക്കോ ഫെമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് ഫ്രാങ്കോയിസ് ഡി യുബീൻ ആണ്. അദ്ദേഹം സ്ത്രീകള് ലീഡ് ചെയ്യുന്ന എക്കോളജിക്കൽ മൂവ്മെന്റിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടേം എന്ത് ചെയ്യുന്നത്, കോയിൻ ചെയ്യുന്നത്. എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്, അതും 1974. അതിനുശേഷം എനീസ്ത്ര കിങ് ആണ് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് 1976 എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം
ഈ പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ എക്കോ ഫെമിനിസത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എതിരെയായിട്ടുള്ള വയലൻസും പാട്രിയാർക്കിയും തമ്മിലുള്ള ലിങ്ക് കണ്ടെത്തുന്നതാണ്. ലിങ്കിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന 3 കാര്യങ്ങളുമായിട്ടുള്ള ഒരു ലിങ്കേജ് കണ്ടെത്തുന്നതാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നട്ഷലിൽ എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനും അതേപോലെ ആൻഡ്രോസെൻട്രിസത്തിന്റെയും ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ മൂവ്മെന്റും കൂടി ചേരുമ്പോഴാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ നമുക്ക് എന്താണെന്ന് അറിയാം, സോഷ്യൽ മൂവ്മെന്റ് എന്താണെന്ന് അറിയാം. എൻഡ്രോസെൻട്രിസം, വാട്ട് ഈസ് എൻഡ്രോസെൻട്രിസം? ഓക്കെ, അതാണ് നമുക്കൊരു ഫെമിലിയർ അല്ലാത്ത ഒരു വേർഡ് എന്ന് പറയുന്നത് എൻഡ്രോസെൻട്രിസം ആണ്. ആൻഡ്രോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സെന്റേർഡ് ഓൺ മെൻ സെന്റർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആൻഡ്രോസെൻട്രിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സബ്ജക്ട്സ് ലൈക്ക് ലിറ്ററേച്ചർ, ലാംഗ്വേജ്, അങ്ങനെ ഒത്തിരി കാര്യത്തിൽ മാൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ മാൻ സെന്റേർഡ് ആയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഈവൻ ലാംഗ്വേജിൽ പോലും പല വാക്കുകളും മാൻ സെന്റേർഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ റോഡിലൂടെ പോവാണ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലൂടെ പോവാണ്. അവിടെ നമ്മൾ കാണുന്ന ബോർഡ്, പോപ്പുലർ ആയിട്ട് വെക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ബോർഡ് എന്ന് പറയുന്നത് ബി കോഷ്യസ് മെൻ അറ്റ് വർക്ക് എന്നായിരിക്കും അല്ലെ. റോഡ് പണി നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷെ മെൻ അറ്റ് വർക്ക് എന്നാ പറയാം. ബേസിക് എക്സാമ്പിൾ ആണ് മെൻ അറ്റ് വർക്ക്. പക്ഷെ അവിടെ മെന്ന് മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, അവിടെ വിമനും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും സ്ത്രീകൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ വൈ ഇറ്റ് ഈസ് ഓൺലി ഗിവൺ ആസ് മെൻ? അതിനെയാണ് ആൻഡ്രോസെൻട്രിസം എന്ന് പറയുന്നത്. നമ്മളെ ലാംഗ്വേജിലും നമ്മളെ ലിറ്ററേച്ചറിലും അത് ഒത്തിരി അങ്ങനത്തെ വേർഡ്സും കാര്യങ്ങളും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മെൻ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത് ഇന്ന ജെൻഡർ ആയിരിക്കും എന്ന് നമ്മൾ അസംഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡോക്ടർ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് മെയിൽ. നേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് എ ഫീമെയിൽ നേഴ്സ്. പക്ഷെ പെട്ടെന്ന് ഒരു മെയിൽ നേഴ്സ് വന്നാൽ നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ ഇതെല്ലാം ആൻഡ്രോസെൻട്രിസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സോ ഇതിനെയാണ് ആൻഡ്രോസെൻട്രിസം എന്ന് പറയുന്നത്. ആൻഡ്രോസെൻട്രിസത്തിന്റെയും എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷന്റെയും ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മൂവ്മെന്റിനെയും കൂടി പറയുന്നതാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ്, എക്കോ ഫെമിനിസത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? റാഡിക്കൽ എക്കോ ഫെമിനിസം എന്നാണ് പറയുന്നത്. റാഡിക്കൽ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള പാട്രിയാർക്കൽ സ്ട്രക്ചർ എപ്പോഴും സ്ത്രീകളെയും പ്രകൃതിയെയും ഒരുപോലെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റാഡിക്കൽ എക്കോ ഫെമിനിസം പറയുന്നത്. അതായത് സ്ത്രീകളെയും പ്രകൃതിയും ഒരുപോലെ തന്നെ ഡോമിനന്റ് ആയിട്ടുള്ള പാട്രിയാർക്കൽ സ്ട്രക്ചർ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേറൊരു പോയിന്റ് പറയുന്നത് വെച്ചാൽ പ്രകൃതിയെയും സ്ത്രീകളെയും വിമനെയും നാച്ചറെയും പുരുഷന്മാർ കണ്ടിട്ടുള്ളത് ഒരു കമ്മോഡിഫയബിൾ അസറ്റ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. കമ്മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്മോഡിഫയബിൾ അസറ്റ്. എന്താണ് കമ്മോഡിഫയബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട്, അതായത് വെറും ഒരു ഏത് സമയത്ത് വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും ഒരു വേറൊരു വാല്യൂസും അറ്റാച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അസറ്റ് ആയിട്ടാണ് നേച്ചറിനെയും വിമനെയും പുരുഷന്മാർ കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് വേറൊരു കാര്യം റാഡിക്കൽ ഫെമിനിസം എക്കോ ഫെമിനിസം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എന്താണ് നർച്ചറിങ് ആയിട്ടുള്ള കെയർ ഗിവിംഗ് ആയിട്ടുള്ള റോൾസ് ആണ് ഉള്ളത് അല്ലെ. ട്രഡീഷണലി നോക്കുകയാണെങ്കിലും ഹിസ്റ്ററിക്കലി നോക്കുകയാണെങ്കിലും പ്രകൃതിയെ നോക്കുകയാണെങ്കിലും പാരലലി പ്രകൃതിക്കും ഏകദേശം അതേപോലത്തെ ഒരു സ്വഭാവമാണുള്ളത് അല്ലെ. കാരണം ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം നൽകുക, ഷെൽട്ടർ നൽകുക. സോ എന്താണ് സസ്റ്റനൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നേച്ചറിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പം സ്ത്രീയുടെയും വിമന്റെയും നേച്ചറുടെയും റോള് സിമിലർലി ആണ് എന്നും ദേ ഹാവ് സിമിലാരിറ്റി എന്നും റാഡിക്കൽ എക്കോ ഫെമിനിസം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം പാട്രിയാർക്കൽ ഡോമിനേഷനെ ക്രിട്ടിക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രകൃതിയെയും നേച്ചറെയും കമ്മോഡിഫൈ ചെയ്യുന്നതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് റാഡിക്കൽ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൾച്ചറൽ എക്കോ ഫെമിനിസം ആണ്. കൾച്ചറൽ എക്കോ ഫെമിനിസം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും അവിടെ അവർ അനലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. അതായത് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിലൂടെയും മെൻസ്ട്രേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൾച്ചറൽ എക്കോ ഫെമിനിസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രകൃതിയും സ്ത്രീയും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ബോണ്ട് ഉണ്ട് എന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ദേ ഹൈലൈറ്റ്സ് ബെനിഫിഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ വിമൻ ആൻഡ് നേച്ചർ. ഇനി സോഷ്യൽ എക്കോ ഫെമിനിസം എന്താന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ എക്കോ ഫെമിനിസം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ബോത്ത് വിമൻ ആൻഡ് ജെൻഡർ ഒപ്രസ്ഡ് ബൈ എന്ത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതായത് വിമൻ ആണെങ്കിലും നേച്ചർ ആണെങ്കിലും ഒരുപോലെ ഒപ്രസ് ചെയ്തിട്ടുണ്ട്. സോ മെന്നിന്റെ കാട്ടിലും പുരുഷന്മാരെ കാട്ടിലും എന്തും കൊണ്ടും നമ്മളെ നേച്ചർ എൻവയോൺമെന്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും സ്യൂട്ടായിട്ട് ബെസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടും സ്ത്രീകൾ തന്നെയാണ് എന്നാണ് സോഷ്യൽ എക്കോ ഫെമിനിസം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഏത് ലിബറൽ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ലിബറൽ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് ഇവര് ഈ ഒരു ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ഈ പറയുന്ന എക്കോണമിക് ഫ്രെയിം വർക്സിലെല്ലാം ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയാണ്. എക്കണോമിക് ഫ്രെയിം വർക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലോ മേക്കിംഗ് കാര്യങ്ങളില്, പോളിസി മേക്കിംഗ് കാര്യങ്ങളിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കാരലിൻ മെർച്ചന്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് സ്ത്രീകൾക്ക് സയൻസ്, അതേപോലെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്, ലോ ആൻഡ് റെഗുലേഷൻ കാര്യങ്ങൾക്കൊക്കെ ഇതുപോലത്തെ കരിയേഴ്സ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരോടൊപ്പം തന്നെ എൻവയോൺമെന്റ് കൺസേർവ് ചെയ്യാനും നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാനും പുരുഷന്മാരോടൊപ്പം ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കും സിഗ്നിഫിക്കന്റ് റോള് വഹിക്കാൻ പറ്റും എന്നാണ് കാരലൈൻ മെർച്ചന്റ് പറയുന്നത്. ഓക്കെ, സോ അവർക്കും സ്ത്രീകൾക്കും എന്ത് ചെയ്യണം, ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഹ്യൂമൻ വെൽബീയിങ്ങിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് കാരലൈൻ മെർച്ചന്റ് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം. സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? അവർ പറയുന്നതെന്ന് വെച്ചാൽ നേച്ചർ എന്ന് പറയുന്നത് വെറും ഭരിക്കപ്പെടാനുള്ള, ഡോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല, പകരം അവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ മനുഷ്യന്മാരല്ല മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ സബ് ക്യാരക്ടർ അല്ല പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയാണ്, നേച്ചറാണ് ആക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അവരാണ് മെയിൻ ക്യാരക്ടർ. നമ്മൾ അവരുടെ ലോകത്ത് ജീവിക്കുന്ന എന്താണ് ആൾക്കാരാണ്, അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് എന്ത് ചെയ്യണം, പ്രകൃതിയായിട്ട് നല്ല സസ്റ്റൈനബിൾ റിലേഷൻഷിപ്സ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് സോഷ്യൽ എക്കോ ഫെമിനിസം പറയുന്നത്. അതായത് സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം പറയുന്നത്, സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം ആണ്. ഇവർ അതേപോലെ ക്യാപിറ്റലിസ്റ്റ് പാട്രിയാർക്കിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ, അതേപോലെ തന്നെ പ്രൊഡക്ഷനും എക്കോളജിയും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് പാട്രിയാർക്കിയെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റീപ്രൊഡക്ഷൻ, പ്രൊഡക്ഷനും എക്കോളജിയും ഇവർ തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ കൂടി അനലൈസ് ചെയ്ത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് എക്കോ ഫെമിനിസം ആണ്. ലിമിറ്റേഷൻസ് ഓഫ് എക്കോ ഫെമിനിസത്തിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂറോ സെൻട്രിസം ആയിട്ടാണ്. യൂറോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ബേസ്ഡ് ഓൺ യൂറോപ്പ് പെർസ്പെക്റ്റീവിൽ യൂറോപ്പിലെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് എക്കോ ഫെമിനിസം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതിന്റെ ഫസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എസെൻഷ്യലിസം എന്നാണ്. എന്താണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്? എസെൻഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ട് പ്രകൃതിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നും ആ കണക്ഷന്റെ കാരണം സ്ത്രീകൾ എപ്പോഴും മദർഹുഡും അതേപോലെ പ്രകൃതിയെ കെയർ ചെയ്തുകൊണ്ടും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു അതോറിറ്റി, അതായത് പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ട് എന്നുമാണ് എക്കോ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഈ എക്കോ ഫെമിനിസം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്ത്രീ എന്താണ് നാച്ചർ ആണ്, കെയർ ഗിവേഴ്സ് ആണ് എന്നൊക്കെ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. സോ ഈ പെർസ്പെക്റ്റീവ് എന്താണ്, പാട്രിയാർക്കൽ സ്റ്റീരിയോ ടൈപ്പിനെ എപ്പോഴും അത് റീഇൻഫോഴ്സ് ചെയ്യാണ്. അതായത് സ്ത്രീകൾ എന്ത് ചെയ്യണം, എപ്പോഴും ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി കൾച്ചർ റോൾസിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം. സ്ത്രീ അമ്മയാണ് എന്നൊക്കെ പറയുന്ന മാതിരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം. അതുപോലെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചേഞ്ച്, സോഷ്യലോ പൊളിറ്റിക്കൽ ചേഞ്ചിന് ലിമിറ്റ് ചെയ്തുകൊണ്ട്
സ്ത്രീ എപ്പോഴും നർച്ചറേഴ്സ് ആണ്, കെയർ ഗിവേഴ്സ് ആണ് എന്നുള്ളൊരു ഒരു ലേബലിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഒതുക്കി തീർക്കുന്നതാണ് എക്കോ ഫെമിനിസം ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു ക്രിട്ടിസൈസിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എക്കോ ഫെമിനിസത്തിൽ സ്ത്രീകളെ മാത്രം, സ്ത്രീ എന്നുള്ള ടോപ്പിക്കിനെ മാത്രമേ ജനറൽ ആയിട്ട് പറയുന്നുള്ളൂ. അതിൽ ക്ലാസ് ഡിഫറൻസ്, കാസ്റ്റ് ഡിഫറൻസ്, എത്നിസിറ്റി ഡിഫറൻസ്, ഇതിലും കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസോ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, അവർ അഡ്രസ് ചെയ്യുന്നില്ല, അവർ നെഗ്ലക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നേർച്ചറിങ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേർച്ചറിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, സ്ത്രീ ഇൻഹറന്റ്ലി ട്രഡീഷണലി നേർച്ചറിങ് ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എക്കോ ഫെമിനിസം വല്ലാണ്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി വാൽ പ്ലംവുഡ് എന്ന് പറയുന്നവർ ഈ പറയുന്നത് എന്ന് വെച്ചാല് എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്ത്രീ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ്, മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്ത്രീകൾ ഇങ്ങനെയാണ്, പുരുഷന്മാർ ഇങ്ങനെയാണ് എന്ന് നമ്മൾ വേർതിരിച്ച് കാണിക്കുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാണ്, അവിടെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പവർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാട്ടിലും ഒരു പവർ എന്ന് പറയുന്ന വെറുതെ ഒരു ഹൈറാർക്കി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്ന ആ ഒരു പവർ സ്ട്രക്ചർ അഡ്വാൻറ്റേജിനെക്കാട്ടിലും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് മാത്രമേ കൊണ്ടുവരുള്ളൂ. സോ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്തേ പറ്റൂ എന്നാണ് വാൽ പ്ലംവുഡ് എന്ന് പറയുന്ന തിങ്കർ പറയുന്നത്. ഓക്കെ, അതേപോലെ സിസിൽ ജാക്സൺ പറയുന്നത് എന്ന് വെച്ചാൽ എക്കോ ഫെമിനിസം സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഐഡിയലൈസ് ചെയ്യുന്നുണ്ടെന്നും അത് അതേപോലെ തന്നെ ക്ലാസ്, ഏജ്, റീജൻസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നാണ് സിസിൽ ജാക്സൺ പറയുന്നത്. ഓക്കെ, സോ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് വിമന്റെ നേച്ചർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഓവറായിട്ട് ജനറലൈസ് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എല്ലാം നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഒരു എൻവയോൺമെന്റൽ എത്തിക് ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എത്തിക്സും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അവർക്ക് സേഫ് ഗാർഡ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും എല്ലാം എക്കോ ഫെമിനിസം ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, സോ ഇതിന് ഓക്കെ, ഇനി അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എക്കോ ഫെമിനിസത്തിനെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൻഷ്യന്റ് കൾച്ചറൽ ടെക്സ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേച്ചറിനെ നമ്മൾ ഇന്ത്യയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഫെമിനിൻ ടേമിലാണ്, ഫെമിനിൻ ആയിട്ടാണ് കാണുന്നത്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി അല്ലെ, ഒരു ഫെമിനിൻ ടേം ആണ്. വേദിക്, ഉപനിഷത്ത്, പുരാണിക് ട്രഡീഷൻസിലെല്ലാം പ്രകൃതിയും ശക്തി പ്രിൻസിപ്പിളും ആയിട്ടാണ് കണക്കാക്കുന്നത്. ശക്തി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് എന്താണ്, ജീവൻ നൽകാൻ പറ്റുന്ന, യൂണിവേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി, ഒരു ഫെമിനിൻ എനർജി, അതിനാണ് ശക്തി പ്രിൻസിപ്പിൾ. ഈ ശക്തി പ്രിൻസിപ്പിൾ ആയിട്ടാണ് നേച്ചറിനെ എന്ത് ചെയ്തിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെറ്റഫറൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ദന ശിവ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചൊരു തിങ്കറാണ്. അവർ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് ഇൻഹറന്റ് ആയിട്ട് അവർ നാച്ചുറൽ സയന്റിസ്റ്റ് ആണെന്നും അവർക്ക് ട്രഡീഷണലി എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നോളജ് അവർക്ക് ഉണ്ടെന്നാണ് വന്ദന ശിവ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ആ വന്ദന ശിവ പറഞ്ഞതിനുമായിട്ടുള്ള ക്രിട്ടിക് എന്ന് പറയുന്നത് അവര് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ ഒക്കെ ഓവർ ലുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ഓവറായിട്ട് അവർ ലുക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഇൻഇക്വാലിറ്റീസ്, അതായത് പ്രീ എക്സിസ്റ്റ് കൊളോണിയൽ സമയത്ത് മുന്നേ ഉള്ള ഇൻഇക്വാലിറ്റീസിനെല്ലാം ഓവർലുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന് എക്കോ ഫെമിനിസ്റ്റിന് വേണ്ടി പകരം വെക്കാൻ പറ്റുന്ന അടുത്ത കോൺസെപ്റ്റ് ആണ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്നത്. ഇത് ബീന അഗർവാൾ ആണ് ഈ പറയുന്ന കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്യുന്നത്. എക്കോ ഫെമിനിസ്റ്റിന്റെ ക്രിട്ടിക് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവര് എന്താണ്, ജെൻഡർ റിലേഷൻസ്, പ്രകൃതിയിലുള്ള ജെൻഡർ റിലേഷൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ റിയാലിറ്റിയിൽ റൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. പ്രകൃതിയില് പുരുഷൻ എങ്ങനെ പ്രകൃതിയിൽ അവരുമായിട്ടുള്ള റിലേഷൻ, സ്ത്രീകളും പ്രകൃതിയുമായിട്ടുള്ള റിലേഷൻ, ഇത് മെറ്റീരിയൽ റിയാലിറ്റി ആയിട്ട് എന്താണ് റൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. മെറ്റീരിയൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം കൺസിഡർ ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, സൊസൈറ്റിയിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ, അതേപോലെ ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടി, ജെൻഡർ ബേസ്ഡ് പവർ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് പ്രകൃതിയുമായിട്ട് ജെൻഡറിന് എങ്ങനെയൊക്കെ മെയിലും ഫീമെയിൽ എങ്ങനെയൊക്കെയാണ് റിലേഷൻസ് ഉള്ളത് എന്ന് കണക്കാക്കുന്നത്. ഈ പറയുന്ന ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം പ്രകൃതിയായിട്ട് സ്ത്രീകളുടെ ഇന്ററാക്ഷനിൽ നിന്ന് ലഭിക്കുന്ന നോളേജിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റിസോഴ്സുകൾക്ക് മേലെയുള്ള സ്ട്രഗിൾസിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫെമിനിസ്റ്റ് എൻവയോൺമെന്റിസം രണ്ട് കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നാച്ചുറൽ റിസോഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഫെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ
എന്നവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈ പ്രകൃതി നേച്ചറുടെ മുകളിലുള്ള പവർ ആൻഡ് കൺട്രോൾ എപ്പോഴും ഒരു ഫ്യൂ ഗ്രൂപ്പ്സിനായിരിക്കും ഉണ്ടാവുക. ചില ഗ്രൂപ്പ്സിന്റെ കയ്യിലായിരിക്കും ഇതേപോലത്തെ പവർ ഉണ്ടാവുക കൺട്രോൾ ചെയ്യാനുള്ള. ഈ പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ ഐഡിയ ആൻഡ് ഈ സിസ്റ്റം എല്ലാം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നതിന് വേണ്ടിയും കൂടി ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവര് ജെൻഡർ റോൾസ് റീഡിഫൈൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അൺഫെയർ ആയിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള പവർ സ്ട്രക്ചറിനെ അവർ ചലഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈക്വൽ അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെയൊക്കെ പ്രകൃതിയെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, നേച്ചറിനെ കൺസർവേഷൻ ചെയ്യാൻ പറ്റും എന്നതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യയിലുള്ള വിമൻ ആൻഡ് എക്കോളജിക്കൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൗത്ത് ഏഷ്യയിലെ എൻവയോൺമെന്റൽ പ്രൊട്ടസ്റ്റ് നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്ത്രീകളായിരിക്കും അതിന്റെ ഫോർ ഫ്രണ്ടില് മുന്നിലായിട്ട് നിൽക്കുന്നത്. ഇവിടെ ജെൻഡേർഡ് ഇമ്പാക്ട് ഉണ്ട്, നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്പാക്ട് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനിൽ സംഭവിക്കുമ്പോൾ ഇമ്പാക്ട് ജെൻഡേർഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ പുവർ ആയിട്ടുള്ള പെസൻസും ട്രൈബൽ സ്ത്രീകളാണ് ഹൈലി എഫക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. ഓക്കെ, നമ്മൾ നോക്കാം, ഒരു ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് 1731 ഖെജർലിയില്, രാജസ്ഥാനിലെ ഖെജർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ മരമായിട്ടുള്ള ഒരു സാക്രഡ് ട്രീ ആയിട്ടുള്ള ഖെജുരി എന്നുള്ള മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് എന്ത് ചെയ്തു, ഉത്തരവിട്ടു. ആ സമയത്ത് ആ നാട്ടിലുള്ള അമൃതബായും അവരുടെ അനുയായികളും ഒത്തിരി ആൾക്കാരും കൂടി കൂടിയിട്ട് ട്രീ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നിന്നു. രാജാവ് ഒരു കരണിയില്ലാണ്ട് അവരെ കൊന്നിട്ട് ആ ട്രീ മുറിച്ചു മാറ്റാണ് ചെയ്തത്. സോ ആ ഇൻസിഡന്റില് അവിടെ എന്ത് ചെയ്തു, ഇന്നും രാജസ്ഥാനില് ഈ അമൃതബായും അതേപോലെ ബിഷ്ണോയ്സ് എന്ന് പറഞ്ഞ അവരുടെ ഗ്രാമത്തിലെ ആൾക്കാരെയും മെമ്മറിക്ക് വേണ്ടിയിട്ട് മെമ്മറി ഓഫ് ദം അവിടെ അവരൊരു മെമ്മോറിയൽ കെട്ടിപ്പടുത്തിയതിന്റെ ഒരു ചിത്രമാണ് നമ്മൾ താഴെ കാണുന്നത്. അതേപോലെ ആ കെജുരി ട്രീ ഇപ്പം രാജസ്ഥാന്റെ സ്റ്റേറ്റ് ട്രീ ആണ്. ആ ട്രീയുടെ ഫോട്ടോ ആണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എൻ ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ. അവിടെ സ്ത്രീയാണ് അതിന് ലീഡർഷിപ്പിൽ നിൽക്കുന്ന സ്ത്രീയാണ് അവരുടെ ജീവിതം ഈ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. ഇയർ ആക്ച്വലി ഒരു മാർട്ടയറാണ് അല്ലെ, ഒരു രക്തസാക്ഷികളാണ്. അതേപോലെ അപ്പം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഈ പറയുന്ന റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഫോറസ്റ്റ് വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് ക്രൂഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആദ്യത്തെ മൂവ്മെന്റ്, നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് കാണുന്നത് ചിപ്കോ മൂവ്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1973 ഇന്നത്തെ ഉത്തരാഖണ്ഡില് ഗർവാൾ ഹിമാലയയിലാണ് ഇത് തുടങ്ങുന്നത്. ട്രീസിനെ കൊമേഴ്ഷ്യൽ ഫെല്ലിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു അഹിംസപരമായിട്ടുള്ള ഒരു അജിറ്റേഷൻ ആയിരുന്നു. കൊമേഴ്ഷ്യൽ ഫെല്ലിംഗ് എന്ന് പറഞ്ഞാല് കൊമേഴ്ഷ്യൽ യൂസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് പേർപ്പസിനോ വേണ്ടി മരങ്ങളെ വെട്ടിമുറിക്കുന്നതിനാണ് കൊമേഴ്ഷ്യൽ ഫെല്ലിംഗ് എന്ന് പറയുന്ന മൂവ്മെന്റ് യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മരങ്ങളെ ഹഗ് ചെയ്യുക, എംബ്രേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഈ ചിപ്കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹഗ്ഗിങ് ട്രീസ് എന്നാണ്. ഈ ഒരു മൂവ്മെന്റിൽ ലീഡേഴ്സ് ആയി നിന്നിരുന്നത് ഗൗരി ദേവി, അതേപോലെ ബച്നി ദേവി, സുന്ദർലാൽ ബഹുഗുള, ചാന്തി പ്രസാദ് ഭട്ട് എന്നിവരാണ്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് വന്നത് ഗവൺമെന്റ് എന്ത് ചെയ്തു, എല്ലാ ലോഗിംഗ് പെർമിറ്റ്സും ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. ലോഗിംഗ് പെർമിറ്റ്സ് എന്ന് പറഞ്ഞാല് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന ഒഫീഷ്യലി ലീഗൽ പെർമിറ്റ്സിനെയാണ് ലോഗൽ പെർമിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്യാനുണ്ടായത്. സോ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1973 ഗർവാൾ ഹിമാലയാസ്, ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയാസിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പിക്കോ മൂവ്മെന്റ് ആണ്. ഇതൊരു ചിപ്കോ മൂവ്മെന്റ് ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടായ മൂവ്മെന്റ് ആണ്. 1983 കർണാടകയിലെ കന്നഡയിലാണ് ഇത് നടക്കുന്നത്. ഇത് ലീഡ് ചെയ്യുന്നത് പണ്ടുരംഗ ഹെഗ്ഡെ ആണ്. ഈ മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെള്ളത്തെയും സോയിലെയും പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ലോഗിങ് സ്റ്റോപ്പ് ചെയ്യാന്നാണ്. കൊമേഴ്ഷ്യൽ ലോഗിങ് നമ്മൾ പറഞ്ഞു, മരം മുറിക്കുക. ഓക്കെ, സ്ട്രാറ്റജി ഇവർ യൂസ് ചെയ്തിരുന്നെന്ന് വെച്ചാൽ സെയിം ആസ് ചിപ്കോ മൂവ്മെന്റ്, അവർ ട്രീസിനെ ഹഗ് ചെയ്യാന്നായിരുന്നു. കന്നഡയിൽ അപ്പിഗോ എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ മൂവ്മെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം ഗവൺമെന്റ് എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾസോ സക്സസ്ഫുൾ. ഇനി അടുത്തത് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. 1976 കേരള വെച്ചിട്ടാണ് ഇത് നടന്നത്. ഈ പറയുന്ന മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സൈലന്റ് വാലി ഫോറസ്റ്റില്
ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വരാനുണ്ടായിരുന്നു. സോ അതിന് പ്രിവെന്റ് ചെയ്യുക എന്നായിരുന്നു ഇതിന്റെ ഒബ്ജക്റ്റീവ്. ലീഡേഴ്സിൽ ഒത്തിരി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ മെയിൻ ലീഡർഷിപ്പ് വഹിച്ചിരുന്നത് സുഗതകുമാരി ആയിരുന്നു. ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വന്നത് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ആ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 ബിഗിൻ ചെയ്തത്. സർദാർ സരോവർ ഡാമിന് ഒപ്പോസിഷൻ ചെയ്തിട്ടാണ് അതിനെ ഒപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. 32,000 ട്രൈബൽ റെസിഡൻസിനെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ 37,000 ഹെക്ടർ കാടും കൂടെ തന്നെ കൃഷിയിടവും വെള്ളത്തിന്റെ അടിയിലായി പോയി ഈ ഡാം കാരണം. ഇതിന് ലീഡർ എന്ന് പറയുന്നത് മേധാ പത്കർ ആണ്. ഇവരുടെ വുമൻസ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യമായിരുന്നു. അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് നാരി ശക്തി കാ സന്മാൻ എന്നായിരുന്നു. ഓക്കെ, സോ നമ്മൾ സൈഡിൽ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഈ ഡാം വന്നത് എന്നുള്ളത്. അപ്പൊ കണ്ടാൽ മനസ്സിലും ഒരു ഇന്റർജംഗ്ഷൻ പോയിന്റിലാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശിന്റെ ഒരു സെൻട്രൽ പോർഷനിലൂടെയാണ് ഈ ഒരു ഡാം, സർദാർ സരോവർ ഡാം കൺസ്ട്രക്ട് ചെയ്തത് ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിലൂടെ നമുക്ക് ഈ പഠിച്ചു എൻ്റെ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയും കൂടി കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഡിസ്കസ് ബ്രീഫ്ലി ദ വിമൻസ് റോൾ ആസ് നേച്ചേഴ്സ് ഓഫ് നേച്ചർ എന്നാണ്. സ്ത്രീകളുടെ പ്രകൃതിയിൽ സ്ത്രീകളുടെ നേച്ചേഴ്സ് എന്നുള്ള റോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രഡീഷണലി നമ്മൾ സ്ത്രീകളെ കാണുന്നത് എൻവയോൺമെന്റിനെയും ഫാമിലിനെയും ഒക്കെ നേച്ചർ ചെയ്യുന്ന കെയർ ടേക്കർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. കാരണം അവർക്ക് എപ്പോഴും നാച്ചുറൽ റിസോഴ്സ് ആയിട്ടും അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഭയങ്കര ക്ലോസ് ഡെയിലി കണക്ഷൻ ആണ് ഉള്ളത്. നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ട്രഡീഷണലി സ്ത്രീകളാണ് വെള്ളം, ഭക്ഷണം ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. സോ അവർ പെട്ടെന്ന് എൻവയോൺമെന്റൽ ചേഞ്ചിൽ അവർക്ക് പെട്ടെന്ന് അവയർനെസ് കിട്ടും. വന്ദന ശിവ പറഞ്ഞു സ്ത്രീകൾ നേച്ചേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ശക്തി പ്രിൻസിപ്പിളിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെന്താണ്, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലോക്കൽ ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ സസ്റ്റൈനബിൾ മെത്തേഡ്സിനെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വിമൻ ഫാമേഴ്സ് ആണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി അപ്പർ ഹാൻഡ് ഉണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് എക്കോ ഫെമിനിസം, വാട്ട് ആർ ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എക്കോ ഫെമിനിസം എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ്, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫെമിനിസം ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി originated in 1974 ബൈ ആരാണ്, അവരുടെ പേര് എന്താണ്, ഫ്രാൻസിസ് ഡി യുബീൻ. അവരാണ് ഈ ടേം കോയിൻ ചെയ്തത്. അതിനുശേഷം നെസ്ത്ര കിങ് ആണ് ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതായത് എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ എക്സ്പ്ലോട്ടേഷനും പ്രകൃതിയുടെ എക്സ്പ്ലോട്ടേഷനും ലിങ്ക് ചെയ്തിട്ട് അത് എങ്ങനെയാണ് പാട്രിയാർക്കൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിന്നും അത് ഉണ്ടായത് എന്നുള്ളതാണ് എക്കോ ഫെമിനിസം എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നുള്ളൊരു ഡെഫിനേഷൻ കൂടി അവിടെ കൊടുക്കാം. അടുത്ത ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് റാഡിക്കൽ എക്കോ ഫെമിനിസം, കൾച്ചറൽ എക്കോ ഫെമിനിസം, പിന്നെ ലിബറൽ എക്കോ ഫെമിനിസം, സോഷ്യൽ എക്കോ ഫെമിനിസം ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം. സോ ആ 5 കാര്യങ്ങളും അതിന് കൊടുക്കാൻ പറ്റിയ എക്സാമ്പിൾസ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തിങ്കേഴ്സ് അവരെന്താണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് കൂടി നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എക്കോ ഫെമിനിസത്തിന്റെ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് അതിന് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ലിമിറ്റേഷൻസ്, എക്കോ ഫെമിനിസത്തിന്റെ ലിമിറ്റേഷൻസ്, അതിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബീന അഗർവാൾ എല്ലാം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം വന്നത് എന്നും കൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ആ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇക്കോളജിക്കൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. എന്നിട്ട് എന്താണ് റോൾ എന്ന് പറയുന്നത് അല്ലെ, ഡിസ്കസ് ദ ഡിഫറെന്റ് ഇക്കോളജിക്കൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, എക്സാമിൻ ദ റോൾ വിമൻ പ്ലേഡ് ഇൻ ഡിഫറെന്റ് ഇക്കോളജിക്കൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് മൂവ്മെന്റ്സ് എന്ന് പറയാ, നമ്മൾ ആദ്യം പറയേണ്ടത് എല്ലാ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇന്ത്യയിൽ നടന്ന മൂവ്മെന്റ്സിനെയും ഗ്രാസ് റൂട്ട് ലെവലില് വലിയ ക്രൂഷ്യൽ ആയിട്ട് പ്ലേ ചെയ്തത് വിമൻ തന്നെയാണ്.
ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, വാട്ടർ റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നേച്ചറിന്റെ സർവൈവലിന് തന്നെ മെയിൻ ആയിട്ടുള്ള റോൾസ് വഹിച്ചത് സ്ത്രീകളാണ് എന്ന് നമ്മൾ പറയാം. എന്നിട്ട് എന്ത് പറയാൻ പറ്റും നമുക്ക്? ഏതൊക്കെയാണ് മെയിൻ മൂവ്മെന്റ്സ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്റോറിക്കലി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് രാജസ്ഥാൻ കേസറിൽ നടന്നിട്ടുള്ള കാര്യം നമുക്ക് അവതരിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിപ്കോ മൂവ്മെന്റ് കൊടുക്കാൻ പറ്റും. ചിപ്കോ മൂവ്മെന്റ് 1970s ഉത്തരാഖണ്ഡ് നടന്ന മൂവ്മെന്റ്, ഗൗരി ദേവി ലീഡ് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ്. സ്ത്രീകൾ എന്ത് ചെയ്തു? മരത്തിന് ഹഗ് ചെയ്ത് നിന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. അടുത്തത് ആപ്രിക്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഇൻസ്പയർഡ് ആയിട്ട് നടന്ന മൂവ്മെന്റ് ആണ്. ട്രീ മുറിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ ലോഗിങ് നിർത്താൻ വേണ്ടി നടത്തിയ മൂവ്മെന്റ് എന്ന് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. തേർഡ് വൺ എന്താണ്? സൈലന്റ് വാലി മൂവ്മെന്റ്. സൈലന്റ് വാലി മൂവ്മെന്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നടന്ന മൂവ്മെന്റ്. സുഗതകുമാരി പോലത്തെ വലിയ എന്താ പറയാ റൈറ്റേഴ്സ് പങ്കെടുത്തിട്ടുള്ള മൂവ്മെന്റ്. ഇവിടെ സ്ത്രീകൾ എന്ത് ചെയ്തു? ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻസ് എല്ലാം നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ ലീഡ് ചെയ്തു. ഡാം പ്രൊജക്ട് കാരണം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെ പ്രൊട്ടസ്റ്റ് ചെയ്തോണ്ടുള്ള മൂവ്മെന്റ് കൂടിയായിരുന്നു അത്. സോ ഇങ്ങനെ കാര്യങ്ങൾ, കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ കൺക്ലൂഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള വിമൻ എൻവയോൺമെന്റൽ ആക്ടിവിസം എന്ന് പറയുന്നത് എപ്പോഴും ഡീപ്പായിട്ടുള്ള എക്കോളജിക്കൽ നോളജ്, അതേപോലെ ലീഡർഷിപ്പും, അതേപോലെ പ്രകൃതി സർവൈവലായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്ത്യയിലുള്ള വിമൻസ് എൻവയോൺമെന്റൽ ആക്ടിവിസം ഇൻ ഇന്ത്യ എപ്പോഴും ഡീപ്പായിട്ടുള്ള എക്കോളജിക്കൽ നോളജും, അതേപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും, അതേപോലെ തന്നെ നേച്ചറിന്റെ സർവൈവലിനെയും കൂടി കണക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ചാപ്റ്റർ. മെയിൻ ആയിട്ട് എക്കോഫെമിനിസം, അതിന്റെ ആസ്പെക്ട്സ് പഠിക്കുക, ലിമിറ്റേഷൻസ് ഓഫ് എക്കോഫെമിനിസം പഠിക്കുക, അതേപോലെ എന്താണ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ന് മനസ്സിലാക്കുക, പിന്നെന്താണ് ഏതെല്ലാം മൂവ്മെന്റ്സ് ആണ് ഇന്ത്യയിൽ നടന്നത് എന്ന് മനസ്സിലാക്കുക. അത്രയാണ് ഈ ചാപ്റ്റർ. പ്രകൃതിയും നേച്ചറും വിമനുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ എത്രത്തോളം ഡീപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അത്രയാണ് ഇതിന്റെ ഒരു സമ്മറി, ചാപ്റ്ററിന്റെ സമ്മറി, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ യു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം. സോ താങ്ക് യു.